ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിച്ചു പോകാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റീകോൾ ചെയ്തെടുക്കാം. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സെൻറ്റൻസ് എന്താണെന്നും സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചിരുന്നു. വേർഡ് ഓർഡർ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും അതിൻ്റെ മീനിങ്സും പഠിച്ചു. ഓക്സിലറി വെർബുകളും പഠിച്ചു. നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പഠിച്ചായിരുന്നു. പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ടൊരു ഐഡിയ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ടെൻസിനെ പറ്റിയാണ് നോക്കാൻ പോണേ. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ വെർബിൻ്റെ 3 ഫോംസിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഫോം ബേസ്, സെക്കൻഡ് ഫോം പാസ്റ്റ് ആൻഡ് തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇവരെ നമ്മൾ V1, V2, V3 എന്ന രീതിയിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോയിലുണ്ട്, എല്ലാവരും കണ്ടു നോക്കാം. ഇനി നമ്മൾ ടെൻസ് എന്ന ടേമിലേക്ക് കടക്കുവാണ്. ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡിനെ പറ്റിയോ ടൈമിനെ പറ്റിയോ റുട്ടീനെ പറ്റിയോ ഒക്കെ പറയാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടെൻസ് ഉണ്ട്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്നത്, ഫ്യൂച്ചർ എന്ന് പറയുന്നത് നടക്കാൻ പോകുന്നത്. ഈ 3 ടെൻസുകളും നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 12 ടെൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ 12 ടെൻസുകളിൽ എല്ലാം ഒന്നും നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമില്ല. ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായാലും നമ്മൾ കോൺവെർസേഷനിലായാലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെൻസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്ത് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ ടെൻസിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായിട്ടുള്ള പ്രസൻറ്റ് ടെൻസിനെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പ്രസൻറ്റ് ടെൻസ് നമ്മൾ പറഞ്ഞു 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് 4 നമുക്ക് ആവശ്യമുള്ളവയാണ്. അപ്പോൾ അതും അതിൻ്റെ ഓക്സിലറി വെർബുകളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സാധാരണ വർത്തമാനകാലം. സാധാരണ വർത്തമാനകാലം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ആക്ഷനെ, ഇപ്പോൾ നടക്കുന്ന ആക്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഷോസ് ദ ആക്ഷൻ ദാറ്റ് യൂഷ്വലി ടേക്സ് പ്ലേസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സുകളിലുണ്ട്. എല്ലാവരും ഒന്ന് അത് പോയി നോക്കുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് ഡെഫിനേഷൻ തരാം. സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇനി നമുക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഷീ റൈറ്റ്സ്. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പോൾ അതിൻ്റെ വെർബും സിംഗുലർ ആയിരിക്കണം. ഇവിടെ റൈറ്റിൻ്റെ കൂടെ എസ് വരുമ്പോഴാണ്, എന്ന് വെച്ചാൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോമാണ്, അതിൻ്റെ കൂടെ എസ് വരുമ്പോഴാണ് സിംഗുലർ ആവുന്നത്. ഷീ റൈറ്റ്സ്, അപ്പോൾ അതൊരു സിംഗുലറായി. ദേ റൈറ്റ്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. അതുപോലെ റൈറ്റ് എന്ന് പറയുന്നതും ഒരു പ്ലൂറൽ വെർബാണ്. അതുകൊണ്ട് ദേയിൻ്റെ കൂടെ റൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ സെൻറ്റൻസ് പ്ലൂറലാക്കാം. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഏതെല്ലാം സമയത്താണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഹാബിച്വൽ ആക്ഷൻസ്, സ്ഥിരമായിട്ട് ചെയ്യുന്നവ. യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യങ്ങളെപ്പറ്റി പറയുമ്പോൾ. കമാൻഡ്സ്, നമ്മളെന്തെങ്കിലും ഓർഡറൊക്കെ കൊടുക്കുമ്പോൾ. നീഡ്, ആവശ്യങ്ങൾ. അതുപോലെ ജനറൽ ഫാക്ട്സ്, പൊതുവായ വസ്തുതകളൊക്കെ പറയുമ്പോൾ. വാൺസ്, ആഗ്രഹം. ലൈക്സ്, ഇഷ്ടം. വിഷസ്, ആശംസകൾ. ഇതൊക്കെ പറയുമ്പോഴായിരിക്കും നമ്മൾ സാധാരണയായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ സിംഗുലർ പ്ലൂറലിൻ്റെ കുറച്ച് ഷോർട്ട് സെൻറ്റൻസുകളാണ് കൊടുത്തേക്കുന്നത്. അതിൽ സിംഗുലർ നോക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് വരുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ വെർബ് സിംഗുലർ ആക്കാനായിട്ട് നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ പ്ലൂറലിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ വെർബ് പ്ലൂറൽ ആക്കാനായിട്ട് എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സിംഗുലർ ഫോമിൽ നെഗറ്റീവ് സെൻറ്റൻസ് എഴുതുന്ന ഓർഡർ നമുക്ക് നോക്കാം. ഹീ, ഷീ, ഇറ്റ്, ഇതൊക്കെ സിംഗുലർ സബ്ജക്റ്റുകളാണ്. ഇത് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസിൻറ്റ് അല്ലെങ്കിൽ ഡസ് നോട്ട് എന്നാണ്. എഫക്റ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡസ് നോട്ടിന് പകരം കൂടുതലും യൂസ് ചെയ്യുന്നത് ഡസിൻറ്റ് എന്നായിരിക്കും. ഇവിടെ ഫസ്റ്റ് ഫോം ഓഫ് വെർബിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോഴായിരിക്കും നമുക്ക് വെർബ് സിംഗുലർ ആവുന്നത്.
അതുപോലെ തന്നെ പ്ലൂറൽ ഫോമിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാനായിട്ട് ഇവിടെ സബ്ജക്റ്റ് വരുന്നത് ഐ, യു, വി, ദേ ഒക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് എന്നായിരിക്കും. എഫക്റ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും സെൻറ്റൻസിൽ ഡോണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഫോം ഓഫ് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ടതില്ല. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് ഹെൽപ്പിംഗ് വെർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സബ്ജക്റ്റിന് തൊട്ട് മുമ്പിലായിട്ട് കൊണ്ടുവന്നിട്ടാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഹീ ഈസ് എ സ്ട്രേഞ്ചർ. ഇവിടെ ഹീ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ഈസ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബുമാണ്. ഇനി നമുക്കിതൊരു ക്വസ്റ്റ്യൻ ആക്കണം. അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് സബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലിടണം. അപ്പോൾ ഹീ എ സ്ട്രേഞ്ചർ എന്ന് വരും. അവനൊരു അപരിചിതനാണോ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. ഇൻ കേസ് നമുക്ക് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് തന്നെ നമുക്ക് പഠിക്കാം. ദേ സ്റ്റഡി വെൽ. ഇവിടെ ഓക്സിലറി വെർബിൻ്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ്. ഈ സെൻറ്റൻസിലെ മെയിൻ വെർബ് എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്റൻസിലെ മെയിൻ വെർബിനെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. ഇവിടെ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ മെയിൻ വെർബിൻ്റെ കൂടെ ഡു ആണോ ഡസ് ആണോ ചേർക്കേണ്ടതെന്ന് നോക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡൂവും, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ്സും ആണ് ചേർക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഡു ചേർക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റഡി എന്ന വെർബിനെ പിരിച്ചു കഴിഞ്ഞപ്പോൾ ഡു എന്ന ഓക്സിലറി വെർബ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ കണ്ടീഷൻ വെച്ച് സബ്ജക്റ്റിന് മുമ്പിൽ കൊണ്ടുപോയി ഓക്സിലറി വെർബ് ഇടണം. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരും? ഡു ദേ സ്റ്റഡി വെൽ എന്നാവും ക്വസ്റ്റ്യൻ. ഇനി സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഹീ സ്റ്റഡീസ് വെൽ. അവൻ നന്നായി പഠിക്കുന്നു. ഇതിൽ ആദ്യം നോക്കേണ്ടത് മെയിൻ വെർബ് എന്താണെന്നാണ്. അത് നോക്കി അത് സ്റ്റഡീസാണ്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി. ഇവിടെ ഹീ ആയതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലറാണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയ സ്ഥിതിക്ക് നമ്മളിവിടെ ഡസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് ആക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റും വെർബും സിംഗുലർ ആയിരിക്കണം. ഇപ്പോൾ ഡസ് ആഡ് ചെയ്തേക്കുന്നത് കൊണ്ട് ഇനി നമ്മൾ വെർബിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് എസ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് ഹീ സ്റ്റഡി വെൽ എന്നായിരിക്കും വരണം. ഏത് കാര്യവും അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിട്ട് പറയാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഷീ കംസ് എവ്രി ഡേ. അവൾ എല്ലാ ദിവസവും വരുന്നു. ഇവിടെ എവ്രി ഡേ എന്ന് പറയുന്നത് എല്ലാ ദിവസവും എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കത് ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലാണ് എന്ന് പറയാൻ പറ്റും. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. ഞാൻ സാധാരണയായി ചായ കുടിക്കാറുണ്ട്. ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് 9 o'clock ഈച്ച് മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ് കട തുറക്കുക. ദ എർത്ത് മൂവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും ചലിക്കുന്നു. ദ റെയിൻസ് ഫാൾസ് ഫ്രം ദ ക്ലൗഡ്. മേഘങ്ങളിൽ നിന്നും മഴ പെയ്യുന്നു. വി സീ വിത്ത് അവർ ഐസ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. ഇനി ഹാബിച്വൽ ആക്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഐ കം ടു സ്കൂൾ ബൈ ബസ്. ഞാൻ ബസ്സിലാണ് സ്കൂളിൽ വരുന്നത്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ദി യൂഷ്വലി കം വെരി ലേറ്റ്. അവർ പതിവായി വളരെ താമസിച്ചു വരുന്നു. ഹി ഓൾവേസ് റീഡ്സ് ലൗഡർ. അവൻ എപ്പോഴും ഉറക്കെ വായിക്കുന്നു. വി ഗോ ടു സ്കൂൾ അറ്റ് 9 o'clock എവറി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും 9 മണിക്ക് സ്കൂളിൽ പോകുന്നു. ഇതിൽ എവറി ഡേ, ഓൾവേസ്, യൂഷ്വലി ഇതൊക്കെ എപ്പോഴും നടക്കുന്ന പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കാം. ദി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഡോണ്ട് സിറ്റ് ഹിയർ. ഇവിടെ ഇരിക്കരുത്. യു നീഡ് എ ഗുഡ് ഫ്രണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെ വേണം. ഐ അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് നീ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഐ വാണ്ട് ടു സ്പെൻഡ് എ ഫ്യൂ ഡേയ്സ് ഹിയർ. എനിക്ക് കുറച്ച് ദിവസം ഇവിടെ ചിലവഴിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു V1, V2, V3 ഫോമുകൾ. അല്ല, V1 എന്ന് പറയുന്നത് ഡു, V2 എന്ന് പറയുന്നത് ഡസ്, V3 എന്ന് പറയുന്നത് ഡിഡ്. ഡൂവും ഡസ്സും നമ്മൾ പ്രസൻറ്റ് ഫോമിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിഡ് പാസ്റ്റ് ഫോമിലായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ V1, V2, V3 എന്ന് മാത്രമേ ഡിനോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ തന്നെ എല്ലാവരും ഇത് ഓർത്ത് വെച്ചേക്കണം മനസ്സിൽ. അതുപോലെ തന്നെ ഡു വരുമ്പോൾ പ്ലൂറൽ ആയിരിക്കും, ഡസ് വരുമ്പോൾ സിംഗുലർ ആയിരിക്കും. ഈ രണ്ട് കണ്ടീഷനും പ്രസൻറ്റ് ടെൻസിലായിരിക്കും ഉണ്ടാവുന്നത്.
ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഇല്ല എന്നൊരു കാര്യം പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഒരു സെൻറ്റൻസ് എഴുതുന്നതിൻ്റെ ഓർഡർ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എഴുതി നോക്കാം. ഐ ഡു നോട്ട് നോ ഹിസ് അഡ്രസ്. ഇനി ഇവിടെ എന്തുകൊണ്ട് ഡു വന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് നോക്കുവാണെങ്കിൽ ഐ ആണ് വന്നേക്കുന്നത്. ഐ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോമാണ്. ഐ, ദേ, യു, വി എല്ലാം പ്ലൂറലാണ്. പ്ലൂറൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റൻസിലെല്ലാം പ്ലൂറലായിരിക്കണം, വെർബും പ്ലൂറലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡു യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഡു നോട്ട് നോ ദ ആൻസർ. എനിക്ക് ഉത്തരം അറിയില്ല. ദേ ഡോണ്ട് നോ ഹെർ ക്യാരക്ടർ. അവൾക്ക് അവളുടെ സ്വഭാവം അറിയില്ല. ഈ സെൻറ്റൻസിൽ നമ്മൾ ഡു ചേർത്തത് സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ്. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഷീ ഡസൻ നോ മലയാളം. ഇവിടെ ഈ സെൻറ്റൻസിൽ നോ എന്ന വാക്ക് കൊടുത്തിട്ടില്ല, പക്ഷേ എല്ലാവരും വായിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഷീ ഡസൻ നോ മലയാളം. അവൾക്ക് മലയാളം അറിയില്ല. ഇവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത് ഷീ ആണ്. ഷീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. ഷീ, ഹി, ഇറ്റ് ഇതെല്ലാം സിംഗുലർ ഫോമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എഴുതുമ്പോൾ നമ്മളതിൻ്റെ സിംഗുലർ ആയിട്ടുള്ള വെർബ് എടുക്കണം. സോ അവിടെ വരേണ്ടത് ഡസ് ആണ്, V2 ഫോമാണ്. അതുകൊണ്ടാണ് ഷീ ഡസൻ നോ മലയാളം എന്ന് വന്നത്. ഷീ ഡസൻ നോ ഇമ്പോർട്ടൻസ്. അവൾക്ക് അതിൻ്റെ പ്രാധാന്യം അറിയില്ല. മൈ സിസ്റ്റർ ഡസൻ നോ കമ്പ്യൂട്ടർ. എൻ്റെ സഹോദരിക്ക് കമ്പ്യൂട്ടർ അറിയില്ല. നമുക്ക് തനിയൊരു സെൻറ്റൻസ് എഴുതി നോക്കാം. നമുക്കറിയാം ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഇനി നമ്മൾ എഴുതേണ്ട സെൻറ്റൻസ് ഇതാണ്. എനിക്കിത് മനസ്സിലാവുന്നില്ല. ഈ ഒരു മലയാളം സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ എനിക്ക്, ഐ, ഇത്, ദസ്, മനസ്സിലാവുന്നില്ല, നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഇങ്ങനെയാണ്. അപ്പോൾ ആ ഓർഡർ വരുമ്പോഴത്തേക്കും സബ്ജക്റ്റ് ആയിട്ടുള്ള ഐ, വെർബായിട്ടുള്ള നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഒബ്ജക്റ്റ് ആയിട്ടുള്ള ദിസ്. അപ്പോൾ ഐ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് എന്നായിരിക്കും വരണേ. പക്ഷേ ഈ സെൻറ്റൻസ് കറക്റ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് അത് പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1ഉം V2 ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ V1 പ്ലൂറൽ ആയിരിക്കുമ്പോഴും V2 സിംഗുലർ ആയിരിക്കുമ്പോൾ V1 എന്ന് പറയുന്നത് പ്ലൂറലാണ്, അവിടെ ഡു ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സെൻറ്റൻസിൽ നമ്മൾ ഡു യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എഴുതുമ്പോൾ ഐ ഡോണ്ട് എന്നാക്കാം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇനി വേറൊരു മലയാളം സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തനിയെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആക്കി എഴുതണം. വേർഡ് ഓർഡറൊക്കെ നോക്കിയിട്ട് ഡു ആണോ ഡസ് ആണോ ചേർക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് തനിയെ ഒരു സെൻറ്റൻസ് എഴുതണം. അങ്ങനെ എഴുതി വരുമ്പോൾ കിട്ടേണ്ട ആൻസർ ഇതാണ്. ഹി ഡസ് നോട്ട് ഒബേ ഹിസ് പാരൻസ്. ആ സ്ത്രീ തൻ്റെ മകനെ ശരിയായ രീതിയിൽ ഉപദേശിക്കുന്നില്ല. ദ വുമൺ ഡസ് നോട്ട് അഡ്വൈസ് ഹെർ സൺ പ്രോപ്പർലി. ഇനി കൊടുത്തിരിക്കുന്ന ടേബിള് പോസിറ്റീവ്, നെഗറ്റീവ്, ഇൻട്രോഗേറ്റീവ് ഫോമിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. എല്ലാവരും അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇതിപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു വർക്ക്ഷീറ്റാണ്. എല്ലാവരും അത് ക്ലാസ് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇനി കൊടുത്തിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മിക്ക ടേംസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. അപ്പോൾ ഈ മലയാളം സ്റ്റോറി നിങ്ങൾ വായിച്ചിട്ട് അത് തനിയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്റ്റോറി ഒന്ന് നോക്കാം. എൻ്റെ പേര് റോബർട്ട്. മൈ നെയിം ഈസ് റോബർട്ട്. ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഐ ലീവ് ഇൻ ദിസ് ഹൗസ്. അതാണ് എൻ്റെ പട്ടിക്കുട്ടി. ദാറ്റ് ഈസ് മൈ ഡോഗ്. അവൻ്റെ പേര് ജാങ്കോ. ഹിസ് നെയിം ഇസ് ജാങ്കോ. അവൻ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നു. ഹി ലൈക്സ് ടു സ്ലീപ്പ്. അവൻ സാധാരണയായി മരത്തിൻ്റെ ചുവട്ടിലാണ് ഉറങ്ങുന്നത്. ഹി യൂഷ്വലി സ്ലീപ്സ് അണ്ടർ ദ ട്രീ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഐ ഹാവ് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ഞാൻ പലപ്പോഴും അവരോടൊപ്പം ഫുട്ബോൾ കളിക്കാറുണ്ട്. ഐ ഓഫൺ പ്ലേ ഫുട്ബോൾ വിത്ത് ദം. എനിക്ക് പാർക്കിൽ കളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവരെ വിളിക്കും. ഐ ഓൾവേസ് കോൾ ദം വെൻ ഐ വാണ്ട് ടു പ്ലേ ഇൻ ദ പാർക്ക്. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പാർക്കിൽ പോകാറില്ല. ഐ നെവർ ഗോ ടു പാർക്ക് അലോൺ. അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. മൈ ഫാദർ വർക്ക്സ് ഇൻ ബാങ്ക്. സാധാരണ അദ്ദേഹം വൈകിയാണ് വീട്ടിലെത്തുക. ഹി യൂഷ്വലി കംസ് ഹോം ലേറ്റ്. ഇവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. ഹി ലൈക്സ് സിറ്റിംഗ് ഹിയർ ആൻഡ് റീഡിംഗ് ബുക്സ്. വായിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങും. ഹി സംടൈംസ് സ്ലീപ്സ് വെൻ ഹി റീഡ്സ്. ഫുട്ബോൾ കളിക്കുന്നതോ
ടി വിയിൽ കാണുന്നതോ ഇഷ്ടമല്ല. ഹി ഡസൻറ്റ് ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ ഓർ വാച്ചിങ് ഇറ്റ് ഓൺ ടി വി. എൻ്റെ അമ്മ ഒരു അധ്യാപികയാണ്. മൈ മദർ ഇസ് എ ടീച്ചർ. അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അവരുടെ വിദ്യാർത്ഥികളെ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഷീ ടീച്ചസ് ഇംഗ്ലീഷ് ആൻഡ് ഷീ ലൈക്സ് ഹർ സ്റ്റുഡൻറ്റ് വെരി മച്ച്. അവർ എനിക്ക് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നു. ഷീ കുക്ക് ഡിലീഷ്യസ് ഫുഡ് ഫോർ മീ. ഞാൻ അവരെ വളരെയധികം സ്നേഹിക്കുന്നു, പക്ഷേ അവർ എന്നെ ജങ്ക് ഫുഡ് കഴിക്കാൻ അനുവദിക്കുന്നില്ല. ഐ ലവ് ഹർ സോ മച്ച് ബട്ട് ഷീ ഡസൻറ്റ് ലെറ്റ് മീ ഈറ്റ് മച്ച് ജങ്ക് ഫുഡ്. നിങ്ങളുടെ അമ്മ നിങ്ങളെ അനുവദിക്കുമോ? ഡസ് യുവർ മദർ ലെറ്റ് യു? അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.